BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എൻട്രൻസിലൂടെ വേണം നടത്തേണ്ടതെന്നുമായി ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എൻട്രൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് കർണാടകയാണ്. കർണാടക കഴിഞ്ഞ വർഷം തന്നെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി എൻട്രൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് CET എന്ന പേരിൽ, കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിൽ ഒരു എൻട്രൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷം ഈ ഒരു CET എക്സാമിനേഷൻ അത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഈ വർഷം വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി CETയുടെ രജിസ്ട്രേഷനും അതുകൂടാണ്ട് CETയുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2 days ബാക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 10 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. കേരളത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് കർണാടകയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ കർണാടകയിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ CET എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുക. CET എക്സാമിനേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്. സോ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CETയുടെ എക്സാമിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കത്തില്ല. എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ഈ വർഷം എന്തായാലും നമുക്ക് കർണാടകയിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. സോ നമുക്ക് ഏകദേശം ഒരു 1 month ടൈം ഉണ്ട് കറന്റ്ലി രജിസ്റ്റർ ചെയ്യാനായിട്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 14 സോ ഫെബ്രുവരി 14 മുമ്പായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനുശേഷം നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏപ്രിൽ 4 മുതലാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തേക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഏപ്രിൽ 18 രാവിലെ 10:30 മുതൽ 11:50 വരെയാണ് ബയോളജിയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. അതിനുശേഷം 2:30 മുതൽ 3:50 വരെ മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി മാത്തമാറ്റിക്സിന്റെ എക്സാം എഴുതേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ CET എക്സാമിനേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗിന് വേണ്ടി മാത്രമല്ല, കർണാടകയിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സസും അത് കൂടാണ്ട് ഫാർമസി, ന്യൂറോപ്പതി, യോഗ, BPharm, PharmD ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വേണ്ടി അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, CET എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി CET എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ BSc നഴ്സിംഗിന് വേണ്ടിയാണ് CET എക്സാമിനേഷൻ എഴുതുന്നത് എങ്കിൽ മാത്തമാറ്റിക്സിന്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് 19 19 മോർണിംഗ് 10:30 മുതൽ 11:50 വരെയാണ് ഫിസിക്സിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിട്ടാണ് കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. 2:30 മുതൽ 3:50 വരെയാണ് കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. സോ ഈ ഒരു ലെവലിലാണ് എക്സാമിനേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ നിങ്ങൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സാമിനേഷൻ എഴുതുക. കർണാടകയിൽ CET എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.